ആശാവർക്കർമാർക്കുള്ള ഓണറേറിയത്തിൻ്റെ 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നിലവിലുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും നിലവിൽ അവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ തീരുമാനമാകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് സമരസമിതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനോടൊപ്പം ആശാ സമരസമിതി നേതാവ് MA ബിന്ദു ചേരുന്നുണ്ട്. ഇത്തരത്തിലൊരു സർക്കാരിൽ നിന്നൊരു ഉത്തരവിറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്? അതോടൊപ്പം സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണോ സ്വീകരിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത ഘട്ടം സമരം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ പ്രഖ്യാപിക്കും. നമ്മുടെ ബേസിക്കായിട്ടുള്ള 2 ഡിമാൻഡുകളുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതും 232 രൂപ പോരാ 700 രൂപ തരണമെന്നുള്ളതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ബേസിക്കായിട്ടുള്ള ഡിമാൻഡാണ്. ആ ഡിമാൻഡ് അംഗീകരിക്കുന്നവരെ സമരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോൾ വന്നിരിക്കുന്നത് ഓർഡർ ഞാൻ കണ്ടില്ല, അങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. അത് നമ്മുടെ സമരം തുടങ്ങി 5ാമത്തെ ദിവസം മിനിസ്റ്റർ കാണാൻ ചെല്ലുമ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് അത് 5 ക്രൈറ്റീരിയ 10 ക്രൈറ്റീരിയ ഉള്ളത്, ആ 5 ക്രൈറ്റീരിയ പൂർത്തീകരിച്ചാൽ ഫുൾ ഓണറേറിയം കിട്ടും എന്നുള്ള അതിനൊരു എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം നടത്താൻ NHM ഉദ്യോഗസ്ഥരെ വെച്ചിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പഠനത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഏപ്രിൽ മുതൽ നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ സമരം ശക്തമായി മുന്നോട്ട് പോയപ്പോൾ അതിനിടയിൽ തന്നെ മന്ത്രി മുഴുവൻ ക്രൈറ്റീരിയ എടുത്ത് കളയുമെന്ന് പ്രഖ്യാപിച്ചു. ഇനി നിങ്ങളുടെ സമരത്തെ പൊളിക്കാൻ വേണ്ടിയാണോ സർക്കാർ ഇത്തരത്തിലൊരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലൊക്കെ ഈ പരിശീലന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ആശമാർ തങ്ങളുടെ സമരത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം കൂടി ഇതിനകത്ത് നൽകാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഈ 10-ാം തീയതി ഈ സമരം തുടങ്ങിയതിൽ പിന്നെ ഈ സമരത്തിനെതിരായ അതിശക്തമായ നടപടികളാണ് പാർട്ടി തലത്തിലും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഔദ്യോഗികമായി എടുത്തുകൊണ്ട് ഇപ്പോൾ പുതിയ ഹെൽത്ത് വോളണ്ടിയേഴ്സിന് പരിശീലനം കൊടുക്കുന്നു, അവരെ നിയമിക്കും എന്നൊക്കെ പറഞ്ഞ് പല നടപടികളും ഉണ്ടായി. പിന്നെ അവർ വെക്കുന്ന മീറ്റിങ്ങിൽ പോകാത്ത ആളുകളുടെ ഈ സമരത്തിന് വരുന്ന ആളുകളുടെ മുഴുവൻ പേരും ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം എഴുതിയെടുക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്തിട്ടും ഭയപ്പെട്ട് ആരും പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു പരിശീലന പരിപാടി വളരെ ധൃതിയിൽ ഒരു ദിവസത്തെ മുൻകൂർ നോട്ടീസ് കൊടുത്തുകൊണ്ടാണ്. വളരെ മുൻകൂട്ടിയൊക്കെ ഇത് അറിയിക്കുന്നതാണ് സാധാരണ. അപ്പോൾ ആ സ്ഥലം പോലും പല സ്ഥലങ്ങളിൽ നിശ്ചയിച്ചിട്ടില്ല ഇന്ന് രാവിലെയും. അപ്പോൾ അതങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ആശാവർക്കർമാരിവിടെ എത്തിച്ചേർന്നു. കാരണം ഇതൊരു ജീവിത സമരമാണ്, ഇത് നേടിയെടുക്കണം, അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സമരം. ഇന്നിപ്പോൾ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും എത്തിയിരുന്നു. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ, K സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇങ്ങനെ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. ശക്തമാക്കി ഞങ്ങളുടെ സമരം അടുത്ത ഘട്ടം ഇപ്പോൾ പ്രഖ്യാപിക്കും ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുസമൂഹവും എല്ലാം ഒന്നടങ്കം ഇവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ളൊരു സമരമാണ് ഇനി ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആശാവർക്കർമാർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവർ നടത്തുന്നത് ജീവിത സമരം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത സമരത്തിൻ്റെ പ്രഖ്യാപനം, അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ എങ്ങനെ വേണം സമരം എന്നുള്ളതിൻ്റെ പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നുള്ള കാര്യം അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള രീതിയിൽ ആശാവർക്കർമാർ സമരസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.